നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. പ്രത്യേക പ്രാർത്ഥനകൾക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവധിക്കാല സൈക്ലിംഗ് പരിശീലനം ആരംഭിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. തമംകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് പ്രതിഷേധം നടത്തി. മദ്യനിരോധന ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. കൈക്കാരന്മാരായ ബാബു ചെത്തിമാട്ടയിൽ, ബെന്നി കളപ്പുരയ്ക്കൽ, മുൻ കൈക്കാരന്മാരായ ജോസ് കാഞ്ഞിരത്തെങ്കിൽ, അലൻ ജോൺ താന്നിക്കൽ, ജോർജ് തടത്തിൽ, TJ പീറ്റർ തറയിൽ, ബെന്നി ഇല്ലിമൂട്ടിൽ, സിബി ഈഴക്കുന്നേൽ, മാത്യു പൈനാൽ, ജോസ് പടിഞ്ഞാറയിൽ, ആന്റണി പറവയ്ക്കൽ, ദേവസ്യ കുറവക്കാട്ട് എന്നിവരുടെ കാലുകളാണ് കഴുകിയത്. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. വികാരി ഫാദർ ജേക്കബ് റാത്തപ്പള്ളി കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. താലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാദൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ പെസഹ ദിന പ്രത്യേക പ്രാർത്ഥനകൾക്കും കാൽകഴുകൽ ശുശ്രൂഷകൾക്കും വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട്, ഫാദർ ജോസ് വടക്കേടത്ത്, ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട്, ഫാദർ ജിജോ കൊട്ടക്കാമ്പിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കാളികളായി. ശിഷ്യന്മാരുടെ പാദങ്ങൾ
മ്രാന സെന്റ് പീറ്റർ ആൻഡ് പോൾ കാനായ പള്ളിയിൽ പെസക ദിനാചരണം നടന്നു. പള്ളി വികാരി ഫാദർ ബിജി പല്ലോളി പെസക ദിനാചരണ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നമുക്ക് ശ്രദ്ധാപൂർവ്വം ഇന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ മത്തായി എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിക്കും, അവസാനം വരെ സ്നേഹിക്കും. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദോസ്കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. മുട്ടത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി സാന്ദ്രമായ നഗരി കാണിക്കൽ പ്രദക്ഷിണവും സ്ലീവാപാതയും നടത്തുമെന്ന് മുട്ടം സെന്റ് സെബാസ്റ്റ്യൻ സിലുഗരി ഇടവക വികാരി റവൻ ഫാദർ ജോൺ പാളിത്തോട്ടം അറിയിച്ചു. രാവിലെ 7 ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ മുട്ടം ടൗൺ പള്ളിയിൽ ആരംഭിക്കും. തുടർന്ന് ഈശോയുടെ രൂപവുമായി നഗരി കാണിക്കൽ പ്രദക്ഷിണവും സ്ലീവാപാത ചൊല്ലിക്കൊണ്ട് മുട്ടം ടൗൺ ചുറ്റി ശിവഗിരി പള്ളിയിൽ എത്തിച്ചേരും. സമാപന ആശീർവാദത്തിന് ശേഷം ഓരോരുത്തരും തിരുസ്വരൂപം തൊട്ടുവണങ്ങി കയ്പ് നീര് സ്വീകരിച്ച ശേഷം ഏവർക്കും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന നേർച്ചക്കഞ്ഞിയും നൽകുമെന്ന് വികാരി അറിയിച്ചു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വലിയ ആഴ്ച കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ പെസഹ വ്യാഴാഴ്ചത്തെ കാലുകഴുകൽ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയാഴ്ചത്തെ പരിഹാര പ്രദർശനങ്ങളും തുടർന്ന് ഈസ്റ്റർ ദിവസത്തെ കർമ്മങ്ങളുമാണ്. മുട്ടം സിലുഗരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിന് ഇപ്രാവശ്യം പ്രത്യേകത ഉണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ മുട്ടം ടൗൺ പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ച് 8:30 ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം മുട്ടം ടൗണിലൂടെ സ്ലീവാപാതയോടുകൂടി നടത്തപ്പെടുകയാണ്. ഏതാണ്ട് 10 മണിയോടുകൂടി ശിവഗിരി
പള്ളിയിൽ നഗരകാണിക ശുശ്രൂഷയും സ്ലീഹപാതയിൽ സമാപിക്കുന്നതാണ്. ശിബിരി പള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ സമാപന ആശീർവാദത്തിന് ശേഷം തിരുസ്വരൂപം തൊട്ട് വന്ദിക്കുന്നതിനും പ്രത്യേക ആശീർവാദ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഏവരെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവധിക്കാല സൈക്ലിംഗ് പരിശീലനം ആരംഭിച്ചു. പെരുമറ്റം ടൗണിലുള്ള മലങ്കര എസ്റ്റേറ്റ് ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തുന്നത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. എസ്റ്റേറ്റ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ, കായിക അധ്യാപകൻ ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, മലങ്കര എസ്റ്റേറ്റ് എന്നിവയുടെ സഹകരണത്തോടെ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ നടത്തുന്ന അവധിക്കാല സൈക്ലിംഗ് പരിശീലനം ആരംഭിച്ചു. പെരുമറ്റം ടൗണിലുള്ള മലങ്കര എസ്റ്റേറ്റ് ഗ്രൗണ്ടിലാണ് പരിശീലനം നടക്കുന്നത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അവധിക്കാലത്ത് ഇങ്ങനെ ഒരു പരിശീലന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. അതായത് ഇന്നിപ്പോൾ ഒരു പണിയില്ലാണ്ട് പിള്ളേരിങ്ങനെ ഫോണിൽ തോണ്ടിയും അങ്ങനെ കൂട്ടുകൂടിയും നടക്കുന്നത് കൊണ്ട് വളരെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ കുഞ്ഞു കൊച്ചുങ്ങളാണേലും അവർ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിശീലനങ്ങളും അതുപോലെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ കുഞ്ഞുമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ വല്ലോ കുഞ്ഞു പൊതികളൊക്കെ തരും, മിഠായി തരും. അതൊന്നും വാങ്ങിക്കാതെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന പൈസയൊക്കെ തരും. അതുകൊണ്ട് മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതേ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മളിന്നിപ്പോൾ ഓരോ ദിവസവും പത്രമാധ്യമം കൂടി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ചകൾ വളരെ നമുക്ക് മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. ചേറ്റുകുഴി, NR സിറ്റി എന്നിവിടങ്ങളിലും ഈ മാസം തന്നെ പരിശീലനങ്ങൾ ആരംഭിക്കും. എസ്റ്റേറ്റ് ക്ലബ് ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. കായിക അധ്യാപകൻ ജെയ്സൺ ജോസഫ് കാലഘട്ടത്തിൽ സ്പോർട്സിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ജില്ലാ സെക്രട്ടറി AP മുഹമ്മദ് ബഷീർ സ്വാഗതവും അഭിനവ് MS നന്ദിയും രേഖപ്പെടുത്തി. രാജേഷ് കുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൊമ്മകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഇതോടെ വനം വകുപ്പ് പിഴുതെടുത്ത കുരിശ് തൊണ്ടി മുതലായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പള്ളി സ്ഥാപിച്ച കുരിശ് കാളിയാർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പിഴുതെടുത്തുകൊണ്ട് പോയത്. ഇതിനിടെ തെളിവ് ശേഖരിക്കുന്നതിനായി കുരിശ് പണിത് നൽകിയത് ആരെന്ന് കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനും വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. ഇതോടെ വനംവകുപ്പ് പിഴുതെടുത്ത കുരിശ് തൊണ്ടി മുതലായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പള്ളി സ്ഥാപിച്ച കുരിശ് വലിയ സന്നാഹങ്ങളോടെ പോലീസ് സംരക്ഷണയിൽ കാളിയാർ റേഞ്ച് ഓഫീസർ പിഴുതെടുത്തു കൊണ്ടുപോയത്. കേസ് പിൻവലിക്കുകയോ കേസിൽ തുടർ നടപടികൾ മരവിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ കുരിശ് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഇതിനിടെ തെളിവ് ശേഖരിക്കുന്നതിനായി കുരിശ് പണിത് നൽകിയത് ആരെന്ന് കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താൻ വനംവകുപ്പ് നീക്കം നടത്തുന്നുണ്ടെങ്കിലും നാട്ടുകാർ യാതൊരു വിധത്തിലുള്ള സഹകരണത്തിനും തയ്യാറാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൊമ്മൻകുത്ത്. പന്നൂർ ശ്രീ വരാഹ സ്വാമി ക്ഷേത്രത്തിൽ 18-ന് വരാഹ ജയന്തി ആഘോഷം നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വരാഹ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഉണ്ണിയുടപ്പുടവയും ഉണ്ണിയൂട്ടും നടത്തും. തുടർന്ന് പ്രസാദൂട്ടും ഉണ്ടായിരിക്കും. വരാഹ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഉണ്ണിപ്പുടവയും ഉണ്ണിയൂട്ടും നടത്തും. തുടർന്ന് പ്രസാദൂട്ടും ഉണ്ടായിരിക്കും. വരാഹ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വരാഹ ജയന്തി ആഘോഷം 18-ന് ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കും. വരാഹ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 11 മണിക്ക് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ണിപ്പുടവയും ഉണ്ണിയൂട്ടും നടത്തുന്നു. തുടർന്ന് പ്രസാദിയൂട്ടും ഉണ്ടായിരിക്കും. വരാഹ ജയന്തി ദിനത്തിൽ ദിവസപൂജ, ചന്ദ്രൻ ചാർത്ത് എന്നിവ വഴിപാടായി നടത്തുന്നത് വിഷ്ണുപ്രിയയും ശശികല മഞ്ഞപ്പിള്ളിലും പ്രസാദിയൂട്ട് സമർപ്പണം നടത്തുന്നത് വൈഗ അനീഷ് കൊല്ലേരിൽ വൈക്കവുമാണ്.
ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വീട് പണിയുന്നതിനുമുള്ള തടസ്സങ്ങൾ മാറുന്നതിന് നടത്തുന്ന ഭൂമി പൂജ ഈ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു. വരാഹപൂജ, ലക്ഷ്മി വരാഹപൂജ, ലക്ഷ്മി നാരായണ പൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വരാഹമന്ത്ര പുഷ്പാഞ്ജലി, പാൽപായസം, ഉണ്ണിയപ്പം, ത്രിമധുരം, തൃക്കൈവെണ്ണ, കദളിപ്പഴം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന വഴിപാടുകൾ. അത്താഴ പൂജയ്ക്ക് ശേഷം ഭജന ഉണ്ടായിരിക്കും. വരാഹ ജയന്തി ആഘോഷത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ഐതിഹ്യം പരശുരാമൻ മഴുവറിഞ്ഞ് കേരളം സൃഷ്ടിച്ച സമയത്ത് ഭൂമി ഉറയ്ക്കുന്നതിന് വേണ്ടി 5 വരാഹ ക്ഷേത്രങ്ങളും അതോട് ചേർന്ന് ബ്രാഹ്മണ ഗ്രഹങ്ങളും സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരാഹ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ധാരാളം ആൾക്കാർ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്, വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും പൂജയ്ക്കുമൊക്കെ. ഇത് കേരളത്തിൽ തന്നെ വരാഹ ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമാണ്. പൗരാണിക കാലത്ത് ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിൽ എന്തോ വീഴ്ച വരികയും ക്ഷേത്രത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയും അതിനുശേഷം 1964 ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനരുദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ കാലത്ത് ഈ ക്ഷേത്രത്തിൽ തീപിടിച്ചതിൻ്റെ മുഴുവൻ അവശിഷ്ടങ്ങളും അന്നുള്ള ഞങ്ങളുടെയൊക്കെ പൂർവ്വർ കണ്ടിട്ടുള്ളതാണ്. ഈ ക്ഷേത്രം ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ രീതിയിൽ ഒരു കേരളത്തിലെ മേജർ ക്ഷേത്രമായിട്ട് വളർന്നു വന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഈ ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നു. ഈ ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ശ്രീകോവിലും സോപാനപ്പടിയൊക്കെ പിത്തള പൊതിഞ്ഞു, ബലിക്കലുകൾ മുഴുവൻ മുകൾ ഭാഗം പിത്തള പൊതിഞ്ഞു. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഊട്ടുപുര വളരെ ഭംഗിയാക്കി. ക്ഷേത്രത്തിന് പുതിയൊരു വഴിപാട് കൗണ്ടർ പണി കഴിപ്പിച്ചു. ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം ഇപ്പോൾ NSS കരയോഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. എങ്കിലും ക്ഷേത്രത്തിന് പ്രത്യേകം ഭരണസമിതിയും ക്ഷേത്രകാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന നല്ല ഒരു ഭരണസമിതി ഇന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് പൂർവാധികം വളർച്ച ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാനസിക പിരിമുറുക്കം ആയിട്ട് വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് സ്വാന്തനം ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഭൂമി പൂജ, ഭൂമി ദോഷ പരിഹാരത്തിനായിട്ടും അതുപോലെ തന്നെ ഭൂമിയിലുണ്ടാകുന്ന ഭൂമി വിൽപ്പന കാര്യങ്ങൾ ഇതിനൊക്കെയായിട്ട് നമ്മുടെ ഇടുക്കി, രാജാക്കാട്, പിന്നെ കഞ്ഞിക്കുഴി തുടങ്ങിയ ഇന്ന് വേണ്ട ഇടുക്കി ജില്ല എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഭക്തർ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഓരോ അനുഭവങ്ങളും കിട്ടുന്നുണ്ട്. അനുഭവം കിട്ടിയിട്ട് തിരിച്ചവർ വരും. വന്നിട്ട് എന്താണ് ഞങ്ങൾ ഈ ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത്, ഇനി ഞങ്ങൾ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഭൂമി പൂജ നടത്തി. നമ്മുടെ മേൽശാന്തി അദ്ദേഹത്തെ നടത്തിപ്പോയ ആൾ രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഞാനിവിടുന്ന് ബസ്സിൽ കയറി പോകുമ്പോൾ തന്നെ എനിക്ക് ഫോൺ കോൾ വന്നു, അവിടുത്തെ ഭൂമിയുടെ വിൽപ്പനയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഒരു കോള് വരികയുണ്ടായി. നമ്മുടെ സോപാനം പിച്ചള പൊതിയുന്നതിനും ഒക്കെ ആയിട്ട് ഈ ഭൂമി പൂജ നടത്തി തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് അതിൽ നിന്നും ഒരു വിഹിതം ഈ ഭഗവാനിൽ എത്തിക്കുന്നുണ്ട്. വരാഹ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പന്നൂർ. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് പ്രതിഷേധം നടത്തി. മദ്യനിരോധന ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളി, ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, സെക്രട്ടറി റെജി ജോർജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലം PO ജംഗ്ഷനിൽ പ്രതിഷേധിച്ചു. മദ്യനിരോധന ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തുടരുമ്പോൾ ബാറുകൾ തുടങ്ങുന്നതിനും കള്ള് സ്റ്റാർ ഹോട്ടൽ വഴി യഥേഷ്ടം വിൽക്കാനുള്ള തീരുമാനമെടുക്കുകയും എക്സൈസ് വകുപ്പും പോലീസും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യവുമാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളി, സെക്രട്ടറി റെജി ജോർജ്, ട്രഷറർ ലാലു മാത്യു, സാബു കുരിശിങ്കൽ, ചെറിയാൻ, രവി, വിനോദ് VC, കുഞ്ഞിത്തോമൻ, ജോസഫ് ചെങ്കര, വർഗീസ് KC, ബെന്നി പുതുക്കയിൽ, തങ്കച്ചൻ കോട്ടപ്പടി, ബെന്നി, തങ്കച്ചൻ, ശാന്തമ്മ, മത്തായി പീച്ചക്കരിയ, സുനി അവരപ്പാട്ട്, ഷൈജു പാലമറ്റം, മനീഷ ഷൈജു, സാജൻ, രവി, മത്തായി, ടൈബി, ബിജി, സുരേഷ് മാരമംഗലം, CK കുമാരൻ, രാജപ്പൻ MP, ഷാൻഡി കണ്ണാടൻ എന്നിവർ പങ്കെടുത്തു. വീടുകൾ ശാന്തമായി ജീവിക്കാൻ സാധ്യത ഉണ്ടാകുന്നവരെ അതുകൊണ്ട് കേരളത്തിലെ പോലീസും നാർക്കോട്ടിക് വിഭാഗവും എക്സൈസും ഒക്കെ പ്രദർശനമായ റെയ്ഡുകൾ ഒഴിവാക്കിക്കൊണ്ട് ശക്തമായി റെയ്ഡ് നടത്താൻ തീരുമാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ഗവൺമെന്റ് ശേഖരിക്കുന്നതിനുള്ള വലിയ ക്യാമ്പയിൻ നടത്തുകയാണ്. മറുഭാഗത്ത് സ്റ്റാർ ഹോട്ടലുകൾ കള്ള് വിൽക്കാനുള്ള അവസരം കൊടുക്കുന്നു. കള്ള് ഷാപ്പിൽ ആധുനികവൽക്കരിച്ച സ്ത്രീകളെ അടക്കം കള്ള് ഷാപ്പിലേക്ക് ആകർഷിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ പോലും കാലത്ത് പോലും ബാറുകളും പച്ച മലയാളത്തിലുള്ള പൈലറ്റിന്റെ സംസാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തൊടുപുഴ സ്വദേശി ശരത് മാനുവലാണ് യാത്രയ്ക്കൊരുങ്ങും മുമ്പ് മലയാളി യാത്രികരോട് രസകരമായി സംവദിച്ചത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ശരത് യാത്രികരോട് പച്ച മലയാളത്തിൽ സംവദിച്ചത്. ഇൻഡിഗോ ഫ്ലൈറ്റ് 1404ലേക്ക് സ്വാഗതം. എന്റെ പേര് ശരത് മാനുവൽ, ഞാൻ ഈ വിമാനത്തിന്റെ ക്യാപ്റ്റനാണ്. എന്റെ കൂടെയുള്ളത് സെക്കൻഡ് ഇൻ കമാൻഡ് അഖിൽ. ഈ ഫ്ലൈറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, മറ്റൊന്നുമല്ല, ഞാൻ അഖിലും മലയാളികളാണ്. അതുകൂടാണ്ട് നമ്മുടെ ക്രൂവിൽ 2 പേര് മലയാളികളാണ്. സോ എല്ലാം കൊണ്ട് ഒരു മലയാളത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ആണ്. വിമാനയാത്രയിൽ ക്യാബിൻ ക്രൂവിന്റെയും പൈലറ്റിന്റെയും എല്ലാം നിർദ്ദേശങ്ങൾ ഒരുപാട് കേട്ടുമടുത്തവരാകും ഭൂരിഭാഗം യാത്രക്കാരും. എന്നാൽ കുശലാന്വേഷണത്തോടെ ഒരുപാട് നേരം രസകരമായി സംവദിക്കുന്ന, അതും പച്ച മലയാളത്തിൽ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് നിർദ്ദേശങ്ങൾ കൈമാറിയ പൈലറ്റിനെ കണ്ടവർ അപൂർവമായിരിക്കും. അത്തരമൊരു സൗഹൃദ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ. ഇന്ന് ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഏകദേശം 2800 കിലോമീറ്ററാണ്. ഇതുവരെ നമ്മൾ 3 മണിക്കൂർ 45 മിനിറ്റിൽ എത്തുന്നതാണ്. നിങ്ങൾ സ്പീഡ് ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡിൽ ഓടിക്കാൻ, കുറച്ച് നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം. ആൻഡ് യാത്ര മധ്യ തെളിഞ്ഞ കാലാവസ്ഥയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാൽ കൂടി സീറ്റ് ബെൽറ്റ് സൈൻ ഓണായിരിക്കും. ദയവായി സീറ്റ് ബെൽറ്റ് ധരിക്കരുത്. നിങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ്. നിങ്ങളുടെ സേഫ്റ്റിയും കംഫർട്ട് നോക്കിയ മികച്ച ഒരു ക്യാബിൻ ക്രൂ ടീമാണ് നമ്മുടെ കൂടെയുള്ളത്. മലയാളി ലിബിനെയാണ് ഈ ടീമിനെ നയിക്കുന്നത്. സോ നിങ്ങൾ എന്താവശ്യങ്ങൾക്കും അവരെ സമീപിക്കാവുന്നതാണ്. പുറകിൽ 2 പേരുണ്ട്, മലയാളികളാണ്. എന്താവശ്യങ്ങൾക്ക് നിങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ നാട്ടിലെ സമയം ഏകദേശം 3 മണിയാണ്. ഒന്ന് കണ്ണടച്ചുറങ്ങ് ഒന്ന് എണീറ്റ് വരുമ്പോഴേക്കും നാട്ടിലെത്തുന്നതാണ്. ഈ യാത്രയ്ക്ക് ഇൻഡിഗോ തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദ ഫ്ലൈറ്റ്. താങ്ക് യു. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റ് തൊടുപുഴ സ്വദേശി ശരത് മാനുവലാണ് യാത്രയ്ക്കൊരുങ്ങും മുൻപ് മലയാളി യാത്രികരോട് രസകരമായി സംവദിച്ചത്. ശരത് മാനുവൽ തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. സഹ പൈലറ്റും ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ മുഴുവൻ പേരും മലയാളികളായ ഇൻഡിഗോ സർവീസിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് തുടങ്ങിയത്. എത്ര വർഷം കൂടിയാണ് നിങ്ങളെല്ലാം നാട്ടിലേക്ക് മടങ്ങുന്നത് എന്ന് യാത്രക്കാർ ഓരോരുത്തരോടും ചോദിച്ച പൈലറ്റ്, അതിൽ കൂടുതൽ വർഷം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് തന്റെ വക സ്പെഷ്യൽ ചായയും ഓഫർ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. നാട്ടിലെത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക എന്ന ചോദ്യം ചോദിച്ച് യാത്രക്കാരെ നാട്ടിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ പൈലറ്റ് അവസാനം സുരക്ഷിതമായ യാത്രയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുവാനും മറന്നില്ല. ഇതിനിടെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഏകദേശം 2800 കിലോമീറ്റർ ദൂരമുണ്ട്. 3 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നാട്ടിലെത്തുന്നതാണ്. നിങ്ങൾ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡിൽ ഓടിക്കാം. കുറച്ചുകൂടെ നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടേക്കണം എന്ന പൈലറ്റിന്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. വയനാട് ഡീപോൾ പബ്ലിക് സ്കൂൾ, തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടിയ ശേഷം വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന സ്ട്രീമിൽ ബിടെക് ബിരുദവും നേടിയതിനു ശേഷമാണ് ഫ്ലോറിഡയിലുള്ള ഡീൻ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സ്കൂളിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ്ങിന് ചേർന്നത്. തുടർന്ന് 2014 ഇന്ത്യൻ ഒഫീഷ്യൽ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ലൈസൻസ് നേടിയ ശരത് 2016 ഇൻഡിഗോയിൽ ജൂനിയർ ഫസ്റ്റ് ഓഫീസറായി ജോലി ആരംഭിക്കുന്നത്. തൊടുപുഴ വണ്ടമറ്റം പന്തയ്ക്കൽ മാനുവൽ ജോസഫ് ലില്ലി ദമ്പതികളുടെ മകനാണ്. സഹോദരൻ സേതുവും ഇൻഡിഗോയിൽ പൈലറ്റാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ പെസക ദിനാചരണം നടത്തി.
പെസഹ തിരുക്കർമ്മങ്ങൾക്ക് പാലാ രൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺസൺ പുള്ളീറ്റ് കാർമ്മികത്വം വഹിച്ചു. ഫാദർ കുര്യൻ മറ്റം, ഫാദർ മൈക്കിൾ ചാത്തൻകുന്നേൽ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. പെസഹ തിരുക്കർമ്മങ്ങൾക്ക് പാലാ രൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷയുടെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകുകയും അതനുകരിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. വിശുദ്ധ ലൂക്കാ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ സ്വയം ചെറുതായി ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിലൂടെ അപരന്റെ പാദങ്ങളോളം താഴാൻ ഈശോയുടെ ശിഷ്യത്വം നമ്മളെ പ്രേരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എളിമയുടെയും സ്നേഹത്തിന്റെയും പാതയെ സ്നേഹിക്കണം, അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി നടത്തപ്പെട്ട കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോൺസൺ പുള്ളീറ്റ് കാർമ്മികത്വം വഹിച്ചു. ഫാദർ കുര്യൻ മറ്റം, ഫാദർ മൈക്കിൾ ചാത്തൻകുന്നേൽ എന്നിവർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തുടങ്ങനാട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കരിമണ്ണൂരിൽ. കരിമണ്ണൂർ ധന്യ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ ലോട്ടറിക്കാണ് ഭാഗ്യം തേടിയെത്തിയത്. (17/4/2025) കാരുണ്യ പ്ലസ് എന്ന ടിക്കറ്റിലാണ് ഇന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത്. ഒന്നാം സമ്മാനമായ നമ്പർ PT 351400 ആണ് ഇന്ന് നമ്മൾ ടിക്കറ്റിനകത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത്. 80 ലക്ഷമാണ് ഇന്ന് അടിച്ചേക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ പെസഹ ദിനാചരണം നടത്തി. പ്രത്യേക പ്രാർത്ഥനകൾക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവധിക്കാല സൈക്ലിംഗ് പരിശീലനം ആരംഭിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊമ്മങ്കുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചതിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് പ്രതിഷേധം നടത്തി. മദ്യനിരോധന ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.